കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അബ്ദുറഹീമിൻ്റെ ഉമ്മ അബ്ദുറഹീമിനെ കാണാൻ ജയിലിൽ എത്തിയപ്പോൾ അബ്ദുറഹീം കാട്ടിക്കൂട്ടിയ ചില കാര്യങ്ങൾ, തിരിച്ച് അബ്ദുറഹീം നാട്ടിലെത്തിയപ്പോൾ അബ്ദുറഹീമിൻ്റെ ചില നിലപാടുകളും ചില PR വർക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. PR വർക്ക് നന്നായി നടക്കുന്നുണ്ട്, അത് പല രീതിയിൽ നടക്കുന്നുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല, നടന്നോട്ടെ. പക്ഷേ പറയുന്ന കാര്യത്തിൽ ഒരു കൃത്യത വേണം, സത്യസന്ധത വേണം, അത്ര ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. പക്ഷേ ചില ആളുകൾ അതിൽ വളരെ മോശമായ കമൻസും ചില വെല്ലുവിളികൾ, ചില ഒരു വേണ്ടാത്ത രീതിയിൽ. കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ക്ലാരിറ്റി വരുത്തുക ആദ്യം, അത് കഴിഞ്ഞിട്ട് വേണം അയാൾ ആക്രമിക്കുക. അതല്ലേ ഇപ്പോൾ ഇവർ ചില ആളുകൾ പറഞ്ഞത് ഞാനെന്തോ കോടികൾ ആഗ്രഹിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളാരൊക്കെയോ ഒരുപാട് പൈസൻ്റെ അല്ലെങ്കിൽ വേറെ പബ്ലിസിറ്റികളോ എന്തൊക്കെയോ ആഗ്രഹിച്ചിട്ട് നമ്മൾ റെയിമിൻ്റെ കമ്മിറ്റിൻ്റെ ഒക്കെ പിന്നാലെ കൂടാണ്. ഇതൊന്നല്ല കേട്ടോ. നമ്മളൊന്നും ഒരിക്കലും ഇതിലേക്ക് വരണം ആഗ്രഹിച്ച ആളുകളോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച ആളുകളൊന്നല്ല. നമ്മൾ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന് നമ്മൾ വളരെ സഹതാപത്തോടെ അമ്മയെ ഓർത്തിട്ട് ഈ കേസ് കാലം അറിഞ്ഞ കാലം മുതൽ ആ ഉമ്മയെ കുറിച്ച് സഹതാപത്തോടെ മാത്രം ഇരുന്ന ഒരാളാണ്, പ്രാർത്ഥനയോടെ ഇരുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുകയാണ് UP വാരാണസി സ്വദേശിയായ അവധേഷ് സാഗർ എന്ന 58-കാരനെ ആദിൽ അഹമ്മദ് ഖാത്താനി എന്നൊരു സൗദി 2.5 കോടിയിലേറെ രൂപ കൊടുത്തിട്ട് ജയിൽ മോചിതനാക്കിയ ഒരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് ശേഷമാണ് ഈ ബന്ധു, അബ്ദുറഹീമിൻ്റെ ഒരു ബന്ധു, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിക്കുന്നത്. റഹീമിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ഒരു കാര്യം അതിൽ അടിവരട്ട് പറഞ്ഞു, ഈ 2.5 കോടിയിലേറെ രൂപ കൊടുത്തിട്ട് ഇറക്കിയത് ആരെയാണെന്നറിയോ? ഒരു സൗദി പൗരൻ, UP വാരാണസി സ്വദേശി അവധേഷ് സാഗർ. അതിങ്ങനെ എടുത്തു പറയാൻ കാരണം ഒരുപാട് ആളുകൾ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട്, മതത്തെ പോലും വിമർശിക്കുന്നു. കാരണം ഈ അബ്ദുറഹീം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയായിരുന്നു, വേറെ ആരെങ്കിലും ആണെങ്കിൽ അങ്ങനെ വേറെ ചില ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനല്ലാണ്ട് അതിലൊന്നും ഒരു സത്യമില്ല. കാരണം എന്താ പറയുക, സൗദികൾ മാത്രമല്ല, ഇന്ത്യക്കാരായ സാമൂഹ്യ പ്രവർത്തകരും മറ്റും പ്രമുഖ വ്യവസായികളടക്കം ജാതിയും മതവും നോക്കാണ്ട് നിരവധി ആളുകൾ അവിടെ നിന്നിട്ട് ഇതേപോലെ ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ട് ഇറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ശിക്ഷ വെച്ചതും ഈ അസീർ ഗവർണർ പ്രിൻസ് ബിൻ തുർക്കി ബിൻ തലാൽ അബ്ദുൽ അസീസുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടിയ എൻ്റെ സുഹൃത്ത് മുഖാന്തരം. സുഹൃത്തിൻ്റെ പേരും ഞാനിപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല, അത് ആവശ്യം വരുമ്പോൾ പറയാം. എന്താ വെച്ചാൽ അത് അയാൾക്കും കൂടെ ഒരു ബുദ്ധിമുട്ട് വരണമെന്നില്ല. ഈ സ്ത്രീകളൊക്കെ അയാളും കേൾക്കണ്ട എന്നെ വിളിക്കുന്ന ചീത്തവിളിയൊക്കെ. അപ്പോൾ ഇത് അന്ന് ആ വ്യക്തിയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ഈ എൻ്റെ സുഹൃത്ത് ഈ അസീർ അമീറുമായി സംസാരിക്കുകയും അദ്ദേഹം റഹീമിന്റെ ഉമ്മയും കൊല ചെയ്യപ്പെട്ട അനസിന്റെ ഉമ്മയും തമ്മിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് അബ്ദുറഹീമിന്റെ ഉമ്മ ഒരു അപേക്ഷ ഗവർണർക്ക് കൊടുത്തത് ഞാൻ ഇവിടെ വെക്കാം. അതിൽ അബ്ദുറഹീമിന്റെ ഉമ്മ പ്രത്യേകം പറയുന്നുണ്ട്, എൻ്റെ അവസാന പ്രതീക്ഷയാണ് ഇത്, ഇത്രയും വർഷമായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം നിങ്ങൾ ഇതിൽ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം, എൻ്റെ മകനെ നാട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ ഗവർണർക്ക് കൊടുത്തതിന്റെ പേരിലാണ് അന്നൊരു യാത്രക്ക് വഴിയൊരുക്കി വെച്ചത്. അന്ന് റഹീമിന്റെ ഉമ്മയുടെയും പാസ്പോർട്ട് വാങ്ങി വിസക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഈ ആളുകളാണ്, നമ്മളിപ്പോ മേൽ പറഞ്ഞ കുറച്ച് ആളുകൾ, അവരാണ് ഈ യാത്ര മുടക്കിയത്. അത് വേണ്ട, 99% കേസ്, എത്ര 4.5 കൊല്ലം മുന്നേ പറഞ്ഞിട്ടോ, 99% കേസ് ക്ലിയർ ആയതാണ്. അബ്ദുറഹീം വൈകാതെ പുറത്തിറങ്ങും. ഇനി ആരെങ്കിലും പുറത്തുള്ള ഒരാൾ ഇറങ്ങി ഇടപെട്ടിട്ട് ഇത് മോശമായ അവസ്ഥയിലേക്ക് പോകും, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് അതിനെ നിരാകരിച്ചിട്ട് ആ യാത്ര തടസ്സപ്പെടുത്തിയാണ്. എന്നെ ശേഷമാണ് ഈ ബാക്കിയുള്ള സംഭവങ്ങൾ എത്രയും പെട്ടെന്ന് ആ യാത്ര ഒരുങ്ങി അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ, അധികമൊന്നും വൈകിട്ടൊന്നുമില്ല. കാരണം ഇപ്പോൾ മൊത്തത്തിൽ 4.5 കൊല്ലം ആയിട്ടുള്ളൂ. ആ യാത്ര മുടക്കി പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല, പെട്ടെന്ന് ഫണ്ടിലേക്ക് പോയി, ഫണ്ട് പിരിച്ചു, ഫണ്ട് കൊടുത്തു. അപ്പൊ നമ്മൾ അന്ന് ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാൽ 15 മില്യൺ റിയാൽ എന്നുള്ളത് എന്തെങ്കിലും ഒരു ഇളവ് അനുവദിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ മാപ്പ് കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു ഗവർണറുടെ സാന്നിധ്യത്തിൽ, അല്ല ഒരു ലോക്കൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള പൊതുപ്രവർത്തകന്റെ സാന്നിധ്യത്തിലല്ല കേട്ടോ. അന്ന് ഈ അബ്ദുറഹീമിന്റെ ഉമ്മയെയും ബന്ധുവെയും കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്തിനാണെന്നറിയോ? ഈ റഹീമിന്റെ ഉമ്മയെയും അവിടെയുള്ള ഉമ്മയെയും തമ്മിൽ ഇരുത്തിയിട്ട് ഒരു കോംപ്രമൈസ് ചർച്ചക്കാണ്. ആ ചർച്ചയ്ക്ക് തുടക്കമിടാൻ വേണ്ടി ശ്രമിക്കുമ്പം ഇവിടെ ഒന്നും ആയിട്ടില്ല.
ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ കേസ് ഇങ്ങനെ നീണ്ടു പോകുന്നു. ഈ നിയമസഹായ സമിതിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമോ ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു തെളിവാണ് ഈ ലെറ്റർ. അത് ഈ അസീർ അമീറിന് റഹീമിൻ്റെ ഉമ്മ കൊടുത്ത ഈ ലെറ്റർ. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആർക്കും ഇതുവരെ 16 വർഷമായിട്ട് ആർക്കും ഒരു പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. എൻ്റെ മകനെ, എൻ്റെ അവസാന പ്രതീക്ഷയാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങളിതിൽ ഇടപെട്ടിട്ട് സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുത്ത ലെറ്റർ ഇതിൻ്റെ തെളിവാണ്. അങ്ങനെയാണ് ഇതിലേക്ക് മറ്റുള്ളവർ ഇടപെടുന്നത്. നിങ്ങൾ പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട് 18 വർഷമായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെ പാര പണിതുകൊണ്ട് അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ നിങ്ങൾ പിന്നെ അബ്ദുറഹീമിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു, അബ്ദുറഹീമിൻ്റെ ഉമ്മനെ കൊണ്ടുപോയി അതാക്കി ഇതാക്കി കോടികൾ ആഗ്രഹിച്ചിട്ടാണ്. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആരെങ്കിലും ഈ റഹീമിൻ്റെ കേസിൽ ഇടപെട്ട ഈ സമിതിക്കാരല്ലാത്ത ആരെങ്കിലും ഒരു രൂപ പറ്റിയിട്ടുണ്ടെങ്കിൽ റഹീമിൻ്റെ ബന്ധുക്കളെ തെളിയിക്കണം, അത് പറയണം. ഞങ്ങൾക്ക് ചിലവായിക്കാണോ അതല്ലെങ്കിൽ റഹീമിൻ്റെ വീട്ടുകാർക്ക് ചിലവായിക്കാണെന്നുണ്ട്. റഹീമിൻ്റെ സഹോദരന് ഈ യാത്രക്ക് പുറപ്പെടുമ്പോൾ ഞങ്ങൾ ചോദിച്ചതാണ്, ഇതിന് എല്ലാ സൗകര്യം ചെയ്യാൻ ഞങ്ങളുടെ അടുത്ത് ആളുണ്ടായിരുന്നു, വിസ, ടിക്കറ്റ്, എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട, ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, അതൊന്നും വേണ്ട, ഞങ്ങളുടെ അടുത്ത് പൈസ ഉണ്ട്, ഞങ്ങൾ ക്ലിയറാണ്, ഞങ്ങൾക്ക് അതിനെല്ലാം ചെയ്തു തരാൻ ആളുകൾ ഏറ്റിട്ടുണ്ട്, ഞങ്ങൾ പൊയ്ക്കോളാം, അതിൽ യാതൊരു സാമ്പത്തിക പ്രശ്നങ്ങളുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആളുകളുണ്ട്, നിങ്ങൾ ഉമ്മക്ക് കാണാനൊരു അവസരം മാത്രം തന്നാൽ മതി എന്നാണ് പിന്നീട് പറയുന്നത്. ഈ കാണാനുള്ള അവസരത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കണം. ഈ യാത്ര മുടക്കി കഴിഞ്ഞ ശേഷം ഞങ്ങളത് വിട്ടതാണ്. പോട്ടെ, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, ഈ സഹായ സമിതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോ ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, റിയാദിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, അതായത് പിന്നെ വർഷങ്ങളായിട്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്ന, എനിക്ക് നേരിട്ട് അറിയുന്ന, കാരണം കമ്മീഷൻ വിഷയത്തിൽ അബായയിലൊക്കെ നിരവധി കേസുകൾക്ക് വന്നിട്ടുള്ള വ്യക്തിത്വങ്ങളെ വരെ ഈ സമിതിയിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇത് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് പോലും നമ്മൾ ഇതിലേക്ക് യാതൊരു രീതിയിലുള്ള ഇടപെടൽ നടത്താതെ ഇരുന്നാണ്. അപ്പോൾ ഈ ലെറ്റർ കൊടുത്തതിന് ശേഷം മാത്രമാണ് ആര് ഇതിൽ ഇടപെടുന്നത്, അമീർ. അല്ലാണ്ട് ഇവിടെ ആരും ഇതിൽ ചാടി കയറിയിട്ട് ഇടപെട്ടതല്ല. കോടികൾ നിങ്ങൾ പിരിച്ചത് പിന്നാണ്. ഞങ്ങളുടെ ഈ ശ്രമങ്ങൾ കഴിഞ്ഞു, ഇതിൻ്റെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞാലാണ് നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഇതിൻ്റെ ഫണ്ട് റൈസിലേക്ക് പോയത്. ഫണ്ട് റൈസിലേക്ക് പോയി അത് കൊടുത്തു, എല്ലാം ചെയ്തു. ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ വിവരമില്ലായ്മ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ 34 കോടി കൊടുത്ത ഇതാ പിറ്റേന്ന് റഹീം ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം ഉമ്മയെ മോഹിപ്പിച്ചതാണ് വിഷയമായത്. അതല്ലെങ്കിൽ 34 കോടി കൊടുത്തു, ഇനി ഇങ്ങനെ കേസ് ബാക്കിയുണ്ട്, അത് കോടതി വിധിയായാൽ നമുക്ക് ഇനി എന്തായാലും വധശിക്ഷ ഒഴിവായിന്, ഇനി അത് എത്രയും പെട്ടെന്ന് റഹീം ഇറങ്ങും എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ബാക്കി കേസുണ്ട്, അതിൻ്റെ ശിക്ഷാ കാലാവധിയോ അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളോ പൂർത്തിയായാൽ റഹീം ഇറങ്ങും നിങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ ഉമ്മനെ മോഹിപ്പിച്ചു നിങ്ങൾ മാസങ്ങളോളം. എത്ര മാസങ്ങളാണ്, ഒരു കൊല്ലത്തോളം നിങ്ങൾ ഉമ്മയെ ഇതാ വരുന്ന എന്ന ശേഷമാണ് ഉമ്മ മോനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞതും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉമ്മക്ക് ഏതാണ്ട് 80 വയസ്സിനടുത്തെത്തി. ചെറിയ പ്രായമുള്ളവർ പോലും മാനസികമായ പല പ്രയാസങ്ങളും. എനിക്ക് ആ ഉമ്മയോട് ഏറ്റവും ബഹുമാനം തോന്നുന്നതല്ലോ, ഈ ഒരു പ്രായത്തിലും ഉമ്മയുടെ ബുദ്ധിയെയും ഉമ്മയുടെ ആരോഗ്യത്തെയും പടച്ച തമ്പുരാൻ നിലനിർത്തിയത് എന്താണെന്നറിയോ? ആ മകനെ കാണാനുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ ആ മകനായി തിരിച്ചറിയാതെ പോയി ഈ സമിതിക്കാർക്ക് വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ വളരെ മോശമായ രീതിയിലുള്ള വിമർശനങ്ങളാണ്. 100 കണക്കിന് ആളുകളുള്ള ഗ്രൂപ്പിൽ ഏതാനും വിരലിലെണ്ണാവുന്ന അത്രയും വ്യക്തികളാണ് ഇത് വിമർശിക്കുന്നത്. വിമർശനം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പൈസ ഇതെന്തെങ്കിലും ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ബാക്കി ബാലൻസ് വരുന്ന പൈസ ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ പൈസ ആവശ്യപ്പെട്ട് ഈ പൈസ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്ന ആളുകളെ വിമർശിക്കുന്നത് 100 കണക്കിന് ആളുകളുള്ള ഒരു ഗ്രൂപ്പിൽ ഏതാനും വിരലിലെണ്ണാവുന്ന വ്യക്തികൾ മാത്രമാണ്. ഇതിന് വേണ്ടിയിട്ട് റഹീമിൻ്റെ സഹോദരനടക്കം ഉണ്ടാക്കിയ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ട്. 100 കണക്കിന് ആളുകളുടെ നിർത്തിയതുകൊണ്ട് ഇത്രയും പണം കോടികൾ സ്വരൂപിച്ച ഒരു വാട്സാപ്പ് കൂട്ടായ്മ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞപ്പം അതിന് യാതൊരു എന്താ പറയുക, അതിലൊരു കാര്യം പറയാൻ പാടില്ല, ഒന്നും ചോദിക്കാൻ പാടില്ല, കാശിൻ്റെ കാര്യം ചോദിക്കാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങൾ റഹീമിൻ്റെ ഈ കാട്ടിക്കൂട്ടലിനെ കുറിച്ച് പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഇപ്പോൾ എന്ത് ചെയ്തിരുന്നു പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് ആ ഗ്രൂപ്പ് ഒരുപാട് ആളുകളെ, അതായത് ഈ ചോദ്യം ചെയ്യുന്ന ആളുകളൊക്കെ അതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് റഹീമിൻ്റെ കുടുംബത്തിനും ആവശ്യമുള്ള കുറച്ച് ആളുകളെ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പൈസ പിരിച്ച സൗദി അറേബ്യയിലെ മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും ആളുകളെ റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ആ ഗ്രൂപ്പിൽ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കോടികൾ കിട്ടാനുണ്ടാകുമ്പം അല്ലെങ്കിൽ കോടികൾ ഇവിടെ ബാലൻസ് ഉള്ളതിനെ കുറിച്ചിട്ട് ആരും സംസാരിക്കരുത്. റഹീം ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഷോയെക്കുറിച്ച് ആരും സംസാരിക്കരുത്. റഹീമിനെ നമ്മൾ മനസ്സിലാക്കും. കാരണം 20 വർഷത്തിൽ പിറകിലാണ് റഹീം. 20 വർഷം കൊണ്ട് നാട്ടിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചിട്ട് റഹീമിനൊന്നും അറിയില്ല.
അതൊക്കെ. പക്ഷെ റഹീമിന് ഈ 20 വർഷം കൊണ്ട് നാട്ടിലുണ്ടായ മാറ്റങ്ങളെ അറിയുന്ന ആളുകൾ, റഹീമിന്റെ ബന്ധുക്കളുണ്ട്, റഹീമിന്റെ സുഹൃത്തുക്കളുണ്ട്, റഹീമിന്റെ പെങ്ങള മകനുണ്ട്, ഒരുപാട് ആളുകൾ റഹീമിനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അവർ പറഞ്ഞ് മനസ്സിലാക്കണം റഹീമിനോട് ഇത്തരം രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇത് വഷളാവുമെന്നും നാട്ടിൽ ഇതിനെതിരെ സംസാരിക്കുന്നുണ്ടെന്നും സംസാര വിഷയമാണ്. ഇപ്പോൾ ഒരാൾ ഒരു കമന്റ് കണ്ടു, ആ മന്തിയുടെ ഒരു പരസ്യത്തിൽ റഹീമിനെ കണ്ടപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, ആളുകളോട് കോടികൾ പിരിച്ചപ്പം അതിൽ ബാലൻസ് വന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ മന്തിക്കട തുറന്നതെന്നുള്ള ഒരു കമന്റ് അതിൽ. ജനകോടികൾ 10 റുപ്യ മുതൽ ലക്ഷങ്ങളടക്കം തന്നിട്ട് സ്വരൂപിച്ചതാണ് ഈ നിങ്ങൾ 50 കോടി 100 കോടിയൊക്കെ. അപ്പം അത് തന്നവർക്ക് അതിൻ്റെ ബാലൻസ് ഇപ്പോൾ ബോച്ചെ പറഞ്ഞ പോലെ ആ ബാലൻസ് എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾ പറയും. അതിന് നിങ്ങൾ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് നേരെ കുതിര കയറിയിട്ട് ഒരു കാര്യമില്ല. സൗദി അറേബ്യയിൽ അടക്കം പല കമ്മിറ്റിയുടെ കയ്യിലും പൈസ കിടക്കുന്നുണ്ട് റഹീമിന് വേണ്ടി പിരിച്ചത്. അതെന്ത് ചെയ്യാനാണ് പരിപാടി എന്നുള്ളത് നിങ്ങൾ തുറന്ന് പറയണം. നിങ്ങൾ ഇത്രയും ആളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ മിണ്ടാതെ രാഷ്ട്രീയത്തോട് നിൽക്കുക എന്ന് പറഞ്ഞത് അത് തെറ്റാണ്. ഇപ്പം ഇത് ഇനി കൂടുതൽ വഷളാവും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരു വാർത്താ സമ്മേളനം പിടിച്ചിട്ട് ആ പൈസയുടെ കാര്യം സംസാരിച്ചേ പറ്റൂ. നാട്ടുകാരിൽ ചിലരുടെ ഒരു വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ കോടികൾ GST കൊടുക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളാരും അങ്ങോട്ട് ചെല്ലണ്ട പഠിപ്പിക്കാന്നുള്ള, അതായത് കോടമ്പുഴ പേട്ട ഭാഗങ്ങളിൽ നിന്നിട്ട് കോടിക്കണക്കിന് ഉറുപ്പികയാണ് GST ഇനത്തിൽ പോകുന്നത്. കണ്ടോളി കേട്ടോ, ഇതൊരാളെ കമന്റാ. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങോട്ട് തന്നെ ഞാൻ ചോദിച്ചിട്ട് കോടമ്പുഴയിൽ ഇത്തരം സംസാരിക്കുന്നവരാട്ടോ, കോടമ്പുഴക്കാരുടെ എല്ലാവരോടും അല്ലേ ഇത്തരം കാര്യം ഇത്തരം രീതിയിൽ സംസാരിക്കുന്നവരാ പറയുന്നത്. എന്തുകൊണ്ട് കോടികൾ GST കൊടുക്കുന്നവരാണ് എന്ന് അഹങ്കരിക്കുന്ന നിങ്ങൾക്ക് റഹീമിന് വേണ്ടിയിട്ട് നിങ്ങളെ നാട്ടിൽ നിന്ന് കോടമ്പുഴ പേട്ട ചുങ്കം ഫറൂഖ് കോളേജ് അങ്ങനെയുള്ള കുറച്ച് ആ എട്ടാവട്ടത്തിൽ നിന്ന് പിരിച്ചിട്ട് കൊടുത്തുകൂടാ? നിങ്ങൾ സമ്പന്നരാണെങ്കിൽ എന്തിനാ ഈ പാവപ്പെട്ട ആളുകളുടെ സക്കാത്തും സദഖയും ആ റമദാനിൽ നല്ലൊരു റമദാനിൽ ആ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നത് ഇല്ലാതാക്കിയിട്ട് നിങ്ങൾ എന്തിനാ വാങ്ങിച്ചു പോയത്? അപ്പോൾ അത്തരം അഹങ്കാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചേക്കേണ്ടി. പിന്നെ ഇവിടെ ആരും ബോധ്യപ്പെടുത്തണ്ട. ആ ഉമ്മക്കറിയാം, ബന്ധുക്കൾക്കറിയാം. ഒരു പക്ഷേ ചിലപ്പോൾ റഹീമിന്റെ ബാക്കിയുള്ള ആളുകൾ ഇന്ന് അതേക്കുറിച്ച് പറഞ്ഞില്ലാന്ന് വരും. പക്ഷെ അതിന്റെ എല്ലാം വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാം ഉണ്ട്. ആരും ഇന്നലെ വരെ സംസാരിച്ചതും അല്ലെങ്കിൽ ഇന്നലെ വരെ സംഭവിച്ചതും മറന്നിട്ട് ഒരു മണിത്തൂക്കം മുന്നോട്ട് പോകണ്ട. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. മറിയല് നിങ്ങൾ നല്ല രീതിയിൽ പോയിക്കൂടെ? നിങ്ങൾ ബന്ധുക്കളൊക്കെ നല്ല സന്തോഷത്തിലും ഐക്യത്തിലും പോകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ്. കൂട്ടുകൂടി നല്ല ഹാപ്പിയായി ജീവിക്കണം എന്നുള്ള. പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് പണിതിട്ട് വേണ്ട എന്നുള്ളതേ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞതിൽ നിങ്ങൾ ഇന്നും ഉറച്ചു നിൽക്കണം. അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാറില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് കഴിഞ്ഞാൽ, അതിന് നേടിക്കഴിഞ്ഞാൽ ആളുകളെ തഴയുന്ന ആ ഒരു രീതി നല്ലതല്ല. കാരണം എല്ലാവർക്കും ഇന്ന് വേണ്ട എന്ന് തോന്നുന്ന ആളുകൾ നിങ്ങൾക്ക് നാളെ ഉപകരിക്കപ്പെടേണ്ടി വരും, നിങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ആ പരസ്പര ധാരണ എന്തായാലും ഉണ്ടായിരിക്കണം.